കൈകാര്യം ചെയ്യാനില്ലാതെ അവശേഷിച്ചിരുന്ന പുസ്തകങ്ങൾ, കൈയെഴുത്ത പ്രതികൾ ഉൾപ്പെടെ ഉള്ളത് ഞങ്ങൾ കണ്ടെടുത്ത് അവിടുന്ന് ശരിക്കും പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. അതിനെല്ലാം ഞങ്ങൾ പോയി അതിനെല്ലാം ശേഖരിച്ച് തിരിച്ചു കൊണ്ടുവന്നു. പേഷ്യൻസ് ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ മാനസികമായി മെന്റൽ ഹെൽത്തിനൊരു പ്രാധാന്യം വരുത്തുന്നതിനൊക്കെ വായനയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നമസ്കാരം. ലെമൺ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ നാടിൻ്റെയും അറിവിൻ്റെ പ്രകാശ ഗോപുരമാണ് ആ നാടിൻ്റെ ഗ്രന്ഥശാലകൾ. മലയൻകീഴിനെ സംബന്ധിച്ച് അറിവിന് ഒരു ക്ഷാമവുമില്ല. ഒരുപാട് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിടുന്ന ഇടങ്ങളുണ്ട്. ഇവിടെ ഞങ്ങളുള്ളത് തിരുവനന്തപുരത്ത് മലയൻകീഴ് കരിപ്പൂര് ഏലായോട് ചേർന്നുള്ള ഇടനാട് ഗ്രാമ ഗ്രന്ഥശാലയിലാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ അതിപുരാതനമായ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ അടുത്തുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ കെ മഹേശ്വരൻ മലയൻകീഴിന് ഒരു സാഹിത്യത്തിൻ്റെ ഒരു പൈതൃകമുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നോട്ട് പോകുമ്പോൾ മാധവകവി മുതൽ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്കിവിടെ നാട്ടിൽ നമ്മുടെ ഈ കരിപ്പൂർ ചുറ്റുവട്ടത്ത് തന്നെ ഉള്ള കുറേ ആൾക്കാരാണ്. അത് ഡോക്ടർ മഹേശ്വരൻ നായരിൽ തുടങ്ങി കെ മഹേശ്വരൻ നായർ, ആർക്കിയോളജിയുടെ ഡയറക്ടറായിരുന്നു ഡോക്ടർ കെ മഹേശ്വരൻ നായരിൽ തുടങ്ങി ഡോക്ടർ പി കെ രാജശേഖരൻ വരെയുള്ള അസാമാന്യമായ പ്രതിഭാശേഷിയുള്ള ആൾക്കാർ. അത് ഈ നാടിൻ്റെ അറിയപ്പെടാത്ത സമ്പത്താണ്. ലോകം മുഴുവൻ അറിയുന്നുണ്ട്, പക്ഷേ നമ്മൾ ഈ നാട്ടിലുള്ള ആളത് അറിയുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ഒരു വൈജ്ഞാനികമായ ഒരു ആഴം ഇവിടെ ഉണ്ട്. അതിനെ നമ്മുടെ പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയൊരു ആഗ്രഹത്തിൽ നിന്നാണ് നമ്മൾ ഈ ചെറിയൊരു സംരംഭം ഉണ്ടായത്. ആഗ്രഹം വലുതായിരുന്നു, സംരംഭം ചെറുതാണ്. പക്ഷേ ഞങ്ങൾക്ക് മഹേശ്വരൻ നായർ സാറിൻ്റെ ഗ്രന്ഥശേഖരങ്ങളിലുണ്ടായിരുന്ന മാനുസ്ക്രിപ്റ്റ്സ് ഉൾപ്പെടെ, അദ്ദേഹം ആർക്കിയോളജി വകുപ്പിൻ്റെ ആദ്യകാല തലവന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആരും കൈകാര്യം ചെയ്യാനില്ലാതെ അവശേഷിച്ചിരുന്ന പുസ്തകങ്ങൾ, കൈയെഴുത്ത പ്രതികൾ ഉൾപ്പെടെ ഉള്ളത് ഞങ്ങൾ കണ്ടെടുത്ത് അവിടുന്ന് ശരിക്കും പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. അതിനെല്ലാം ഞങ്ങൾ പോയി അതിനെല്ലാം ശേഖരിച്ച് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ പലരായി തന്ന പുസ്തകങ്ങൾ ഒരുപാട്, ഒരു 100-300 ഡോക്ടർ പി കെ രാജശേഖരൻ തന്നെ ഞങ്ങൾക്ക് കുറേ അധികം പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ഗ്രന്ഥശാല സംഘത്തിൻ്റെ അഫിലിയേഷന് വേണ്ടി ഞങ്ങൾ അപേക്ഷ കൊടുത്തു. അത് അംഗീകാരമായി. അപ്പോൾ ഒരു ലൈബ്രറിയിലുണ്ട്. ഏതാണ്ട് മിക്കവാറും ഒരു മുഴുവൻ സമയം പ്രവർത്തിക്കാൻ കഴിയുന്ന ആനുകാലികങ്ങൾ ഉണ്ട്. സാഹിത്യ സംഘം, ഗ്രന്ഥാലോകം തുടങ്ങിയ നല്ല ആഴമേറിയ പ്രസിദ്ധീകരണങ്ങൾ, ദേശാഭിമാനി പത്രിക, കലാപരികൾ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ കുറേയധികം കുട്ടികൾ വരുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ പലരും ഇവിടെ വന്നിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വായന എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ ഒരു ആഗ്രഹം, അതിപ്പോൾ പുരോഗമന പ്രസ്ഥാനം. ഇപ്പോൾ ഈ ഒരു കെട്ടിടം തന്നെ നമ്മൾ ഓരോ ഇഞ്ചും പണിയെടുത്തുണ്ടാക്കുകയാണ്. ഈ ലൈബ്രറി ഉൾപ്പെടെ ഭാവിയിലൊരു പകൽ വീട് ഉൾപ്പെടെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ പേര് ഇടനാട് ഗ്രാമഗ്രന്ഥശാല. എന്തുകൊണ്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കരിപ്പൂരിൻ്റെ ഈ ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ 2-3 ഏലാകളാണ്. അതിൻ്റെ കരയിലാണ്. അപ്പുറത്ത് വെൺമാറ നെല്ലൂർ ഏല, ഇത് ഇടനാട് ഏല, അതിൻ്റെ അപ്പുറത്ത് അണ്ണറ ഏല. ഇപ്പോൾ ഈ നമ്മളൊരു ശരിക്കും ഒരു പച്ചത്തുരുത്തായിരുന്നു, അവശേഷിക്കുന്നില്ല പലതും. അതിൻ്റെ ഓർമ്മയെങ്കിലും നിലനിൽക്കട്ടെ, അതൊരു ഗ്രഹാതുരമായ ഒരു ഓർമ്മയെങ്കിലും നിലനിൽക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ പേര് തന്നെ തിരഞ്ഞെടുക്കുന്നത്. ഡോക്ടർ പി കെ രാജശേഖരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധികയും കൂടെയാണ് ഈ പേരിലേക്ക് ഞങ്ങൾ എത്തിക്കാനുള്ള ഒരു പ്രചോദനം തന്നത്. പിന്നെ ഇത് നാട്ടിലെ പുതിയ തലമുറ, വരാൻ പോകുന്ന തലമുറ ഇത് ഉപയോഗിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ നാളെ ഈ കാലത്തിൻ്റെ ഇത് വാഹനത്തിൽ കയറി അങ്ങ് പോകും. അത് കഴിയുമ്പോൾ ഇത് കുറച്ച് ആളുകൾക്ക് ഒരു ചെറിയ ഒരു വിജ്ഞാന കേന്ദ്രമായി. ഞങ്ങൾ പറയുന്നത് വിജ്ഞാനത്തിൻ്റെ പ്രകാശഗോപുരം എന്നൊക്കെയാണ്. ആ പ്രകാശം വരണം എന്നാണ് ഞങ്ങൾ. എത്രയൊക്കെ ഇൻ്റർനെറ്റ് വന്നാലും എത്രയൊക്കെ സോഷ്യൽ മീഡിയ വന്നാലും ഈ പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കി വായിക്കുന്നതിന് വേറൊരു അനുഭൂതി. നമ്മൾ പറയും ഈ വായനയുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തലമുറ എന്ന് പറയുന്നത്
സ്പീഡ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഗൂഗിളിൽ കയറി പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ പി വെച്ചുള്ള വാക്കുകൾ വരും, ആറ് വന്നു കഴിഞ്ഞാൽ പി ആറ് വെച്ചുള്ള വാക്കുകൾ വരും. അതായത് ഫുൾ വാക്ക് അടിക്കാനുള്ള ഒരു ക്ഷമ പോലും ഇന്നത്തെ തലമുറയ്ക്കില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉള്ള ഈ അമിതമായ ഉപയോഗമാണ്. നമുക്ക് പേഷ്യൻസ് ഇല്ലാത്തൊരു സമൂഹമാണിത്. നമ്മൾ പണ്ടൊക്കെ പറയില്ലേ, യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു കത്ത് വരാൻ വേണ്ടി 2 മാസം വരെയൊക്കെ അമ്മമാർ കാത്തിരിക്കും. ഇന്നാണെങ്കിൽ ഒരു മെസ്സേജ് അയച്ച് അത് ഒരു ടിക്കായി, അത് ബ്ലൂ ടിക്കാവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു അങ്കലാപ്പാണ്. ഇങ്ങനെ ഒരു സമൂഹത്തിൽ പേഷ്യൻസ് ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ മാനസികമായി മെൻ്റൽ ഹെൽത്തിനൊരു പ്രാധാന്യം വരുത്തുന്നതിനൊക്കെ വായനയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടേതായ ഒരു ലോകം സൃഷ്ടിക്കുകയാണ്. നമ്മൾ അവരുടെ കഥാപാത്രമായിട്ട് മാറുകയാണ്. അത് വേറൊരു വേൾഡാണ്. നമ്മൾ പൈസ കൊടുത്ത് ലോകം മൊത്തം സഞ്ചരിക്കുന്നതിന് തുല്യമാണ് നമ്മളൊരു പുസ്തകം വായിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എം മുകുന്ദൻ സാറിൻ്റെ പുസ്തകമാണ്. ഹാസൻ എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബഷീറിൻ്റെ പുസ്തകങ്ങൾ വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലാണ് ഞാൻ എൻ്റെ വായന ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകം എനിക്ക് പാത്തുമ്മയുടെ ആടാണെന്ന് തോന്നുന്നു. അത് ഞാനൊരു 4ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോൾ വായിച്ചത്. അത് കഴിഞ്ഞ് തുടങ്ങിയതാണ് ഈ വായന തുടരുന്നു. പച്ചപ്പ് നഷ്ടമാകുന്നു, വായനയിൽ നിന്നും മലയാളികൾ അകന്നു പോകുന്നു എന്നീ ആശങ്കകൾ ചർച്ച ചെയ്യുന്ന ഈ കാലത്ത് പ്രതീക്ഷ നൽകുന്ന കാഴ്ച. ഒരു വശത്ത് പച്ചപ്പ്, ഏലായുടെ മനോഹാരിത, തോടുകൾ, ഇതിനോടൊപ്പം തന്നെ മുകളിൽ ഈ ഏലായുടെ മുകളിലായി മനോഹരമായൊരു ഗ്രന്ഥശാല, ഇടങ്ങാട് ഗ്രാമഗ്രന്ഥശാല. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ എല്ലാവർക്കും ഇവിടെ ഈ അവധിക്കാലത്ത് വായനയുടെ വിശാലമായ ലോകം തുറന്നിരിക്കുകയാണ് ഈ ഗ്രന്ഥശാലയിൽ സംഘാടകർ. അടുത്തറിയാം നമ്മുടെ നാടിൻ്റെ ഈ പച്ചപ്പിനെയും ഈ ഗ്രന്ഥശാലയും.